നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആഴിയെ സാക്ഷിയാക്കി മറ്റൊരു ജനസാഗരം തീർത്ത പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ബീച്ച് ഫെസ്റ്റാണ് അക്ഷരാർത്ഥത്തിൽ വേറിട്ട കാഴ്ചയായി മാറിയത്. പുതുവത്സരാഘോഷം പരിധി വിട്ടു പോകാതെ നിയന്ത്രിക്കാൻ കൃത്യമായ നടപടിയാണ് ഇത്തവണ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചത്. വാഹന ഗതാഗതമടക്കം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വൃത്തിയായ രീതിയിൽ നടപ്പാക്കി പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപനം ഈ മാസം 4-ന് രാവിലെ 9 മണി മുതൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജില്ലാ സഫറിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ആഴിയെ സാക്ഷിയാക്കി മറ്റൊരു ജനസാഗരം തീർത്ത പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ബീച്ച് ഫെസ്റ്റാണ് അക്ഷരാർത്ഥത്തിൽ വേറിട്ട കാഴ്ചയായി മാറിയത്. രണ്ടായിരത്തി 2025 വിട ചൊല്ലി പുതുവത്സരത്തിലേക്ക് ഏവരും കടന്നത് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവച്ചാണ്. വായുവിലേക്ക് വർണ്ണക്കളറുള്ള ബലൂണുകൾ ഉയർത്തിവിട്ടും മനസ്സറിഞ്ഞ് തുള്ളിച്ചാടിയും ഉത്സവ ലഹരിയിലായിരുന്നു പുതുവത്സര പുലരിയിൽ സഞ്ചാരികൾ. അതുകൊണ്ട് തന്നെ ജനസഞ്ചയം കൊണ്ട് ആഴിക്കഭിമുഖമായി മറ്റൊരു ജനസാഗരമായി മാറി ആലപ്പുഴ ബീച്ചും. സംസ്ഥാന ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇത്തവണ ആലപ്പുഴ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികളുടെ സായാഹ്ന സമയത്ത് വിവിധ കലാപരിപാടികളും ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ ഷോയും ഗാനമേളയും മറ്റ് കലാപരിപാടികളെല്ലാം തന്നെ വീക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത്. രാത്രി 12 മണി എന്ന സമയസൂചിക ആയതോടെ ബഹുവർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തിവിട്ടതും കാണാക്കാഴ്ചയായി മാറി. പുതുവത്സരം പിറന്നതോടെ സന്ദേശങ്ങൾ അയച്ചും കൈകൊടുത്തും മധുരം വിളമ്പിയുമാണ് ഏവരും 2026-നെ വരവേറ്റത്. പുതുവത്സരാഘോഷം പരിധി വിട്ടു പോകാതെ നിയന്ത്രിക്കാൻ കൃത്യമായ നടപടിയാണ് ഇത്തവണ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വാഹന ഗതാഗതമടക്കം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പുതുവത്സരാഘോഷം വേറിട്ടതാക്കാൻ നിയമപാലകരുടെ ഇടപെടലും ഇത്തവണ ശ്രദ്ധേയമായി. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം ആലപ്പുഴ DYSP, സൗത്ത് സ്റ്റേഷൻ ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ആലപ്പുഴ ബീച്ചിലും സമീപ പ്രദേശങ്ങളിലുമായി ഒരുക്കിയത്. പുതുവത്സരാഘോഷങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തുമെന്ന കണക്കുകൂട്ടലിൽ തന്നെ ശക്തമായ ക്രമീകരണങ്ങളും നിയമപാലകർ നടത്തിയിരുന്നു. ഓരോരുത്തർക്കുമുള്ള ഡ്യൂട്ടികൾ കൃത്യമായും വിശദീകരിച്ചും സമാധാനപരമായ പുതുവത്സരാഘോഷം നടത്തുന്നതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചും വാഹന ഗതാഗതമടക്കം കൃത്യവും സുതാര്യവുമായി ചെയ്തുമാണ് പോലീസ് വകുപ്പ് അവരുടെ റോളും ഭംഗിയാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതിനകത്ത് കോൺഗ്രസിന് മുഖ്യ പങ്കുണ്ട് എന്ന് ഇപ്പൊ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള 2-3 സംസ്ഥാനങ്ങളിൽ ഭരണം പോലും പോയത് സോണിയാഗാന്ധിയെ ഒരു കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നത് നമുക്കറിയാം. അസമിലൊക്കെ ചില നേതാക്കന്മാർ ചെന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ ദിവസങ്ങളോളം ഡൽഹിയിൽ തങ്ങി നിന്നിട്ട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്ന സോണിയ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്ന് അവിടെ സോണിയയുമായി കണ്ടു എന്ന് പറയുമ്പോൾ, അവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അത് ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ SITയുടെ അന്വേഷണം മാത്രമല്ല, മറ്റ് SITയുടെ അന്വേഷണം ഞാൻ തീരാൻ പോവുക. അടിയന്തിരമായി അവര് ഇത്തരത്തിൽ
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടിയത് എങ്ങനെയെന്ന് അന്വേഷിക്കണം. ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാനാണ് MLAയുടെ മുറി വാടക വിവാദം കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസ് ശബരിമല വിഷയം വിട്ടിരിക്കുകയാണ്. സുവർണ കേരളം ലോട്ടറിയിലെ വിവാദ ചിത്രം സംബന്ധിച്ച ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും N. ഹരി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപനം ഈ മാസം 4 രാവിലെ 9 മണി മുതൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ആലപ്പുഴ പുന്നമട റമദ ഹോട്ടൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത് ബാബു പതാക ഉയർത്തും. മുൻ MLAയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൂടിയായ കോലിയക്കോട് N. കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മന്ത്രി P. N. വാസവൻ ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. KC വേണുഗോപാൽ MP, കൊടിക്കുന്നിൽ സുരേഷ് MP, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, മറ്റ് നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. 1500ഓളം പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 72ാമത് സഹകരണ വാരാഘോഷം ഇക്കുറി അതിൻ്റെ സമാപന സമ്മേളനവും സെമിനാറും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം 4-ാം തീയതി നമ്മുടെ ലോകപ്രസക്തമായ ജലോത്സവം നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലുള്ള റമദ ഹോട്ടൽ അതിൻ്റെ സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഈ സമാപന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി AD കുഞ്ഞച്ചൻ, VK സുബിന, VN വിജയകുമാർ, DS ഷിജു, P സുനിൽകുമാർ, CS സന്തോഷ്, L ജ്യോതിഷ്, K കവിത, പ്രമോദ് ലാൽ, KG സുജിത് എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജില്ലാ സഫറിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് മുന്നോടിയായുള്ള ജില്ലാ സഫറിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3 നാൾ നീണ്ടു നിൽക്കുന്ന ജില്ലാ സഫർ ഓച്ചിറ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഖാമിൽ നിന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. യാത്രയ്ക്ക് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം A. ത്വാഹ മുസ്ലിയാർ നേതൃത്വം നൽകും. സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ, സയ്യിദ് H. അബ്ദുൽ നാസർ തങ്ങൾ എന്നിവരാണ് ഉപനായകർ. ആദ്യ ദിനത്തെ യാത്ര ആറാട്ടുപുഴയിൽ സമാപിക്കും. 2ാം ദിനത്തിൽ രാവിലെ 9 മണിക്ക് മാന്നാർ സർക്കിളിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 8-ന് ആലപ്പുഴയിൽ സമാപിക്കും. 3ാം ദിവസം രാവിലെ 9-ന് ചേർത്തലയിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം 4-ന് വടകര ജംഗ്ഷനിൽ സമാപിക്കും. 3 ദിവസങ്ങളിലായി ജില്ലയിലെ 24 സർക്കിൾ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന സ്വീകരണങ്ങളിൽ ബഹുജന, യുവജന വിദ്യാർത്ഥികൾ, നേതാക്കൾ എന്നിവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് ജനുവരി 14-ന് ജില്ലയിൽ സ്വീകരണം നൽകി. കായംകുളം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന എൽമക്സ് ഗ്രൗണ്ടിൽ ഒരുക്കുന്ന പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ നഗരിൽ വൈകിട്ട് 4-നാണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത്. മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് പ്രൗഢമായ സ്വീകരണം നൽകുന്നുള്ള ഒരുക്കത്തിലാണ് ജില്ലയിലെ സുന്നി പ്രാസ്ഥാനിക കുടുംബം. കായംകുളം സോൺ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച പ്രാദേശിക സ്വാഗത സംഘവും കർമ്മരംഗത്ത് സജീവമാണ്. കേരള യാത്രയ്ക്ക് മുന്നോടിയായി യൂണിറ്റ് തലങ്ങളിൽ ഗൃഹസന്ദർശനം, സർക്കിൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓരോ പ്രദേശവും സന്ദർശിച്ചുകൊണ്ടുള്ള പദയാത്ര, സോൺ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചുകൾ, വാഹന സന്ദേശം, പ്രചരണ ജാഥ, ജില്ലാ ഉപയാത്ര തുടങ്ങിയ വ്യത്യസ്ത ഇനം പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്റിനയുടെ ഭാഗമായി നടക്കുന്ന കേരള യാത്രയിൽ
മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഴിയെ സാക്ഷിയാക്കി മറ്റൊരു ജനസാഗരം തീർത്ത പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ബീച്ച് ഫെസ്റ്റാണ് അക്ഷരാർത്ഥത്തിൽ വേറിട്ട കാഴ്ചയായി മാറിയത്. പുതുവത്സരാഘോഷം പരിധിവിട്ട് പോകാതെ നിയന്ത്രിക്കാൻ കൃത്യമായ നടപടിയാണ് ഇത്തവണ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചത്. വാഹന ഗതാഗതമടക്കം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വൃത്തിയായ രീതിയിൽ നടപ്പാക്കി പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപനം ഈ മാസം 4-ന് രാവിലെ 9 മണി മുതൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജില്ലാ സഫറിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.